പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസന അൾത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും
എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പിന്നുണ്ടല്ലോ, ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലേ നമ്മുടെ ചാവറ പിതാവില്ലേ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ ചാവറയച്ചൻ, ചാവറച്ചന് പട്ടം കൊടുത്ത ഒരു പിതാവുണ്ട്. ഒരു ഇറ്റാലിയൻ കർമലൈറ്റ്സാണ്, മൗറിലിനസ് ടബിലിനി പിതാവ്. 1827 മുതൽ 1831 വരെയാണ് അദ്ദേഹത്തിൻ്റെ വാരാപ്പുഴ വികാരിയാത്തിൽ അദ്ദേഹം ബിഷപ്പായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സബിലി പിതാവിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ്. എൻ്റെ മനസ്സ് പറയണു അങ്ങേരെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫാദർ ജെയിംസ് പുലിയൂരമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പാലായിലെ വലിയ അച്ഛനാണ്, സെമിനാരി പ്രൊഫസറാണ്. കോട്ടയം സെമിനാരി കുറേ വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പാലാ സെമിനാരി പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതാണ് അച്ഛൻ. സ്റ്റബിലിൻ്റെ പിതാവിനെക്കുറിച്ചല്ല, അച്ഛൻ്റെ സബ്ജക്റ്റ് ഒരു കാലത്തുണ്ടായിരുന്ന ഡബിൾ റെയിമിനെ കുറിച്ചാണ്. സഭയിലുണ്ടായിരുന്ന 2 അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു, പാദ്രവാദവും അതുപോലെ പ്രൊപ്പഗാന്തയും. അപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ച്, അപ്പോൾ അന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതാണ് സബിലിന് പിതാവിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസം വായിച്ച് വന്നപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ, സ്റ്റബിലിന് പിതാവിൻ്റെ കാലത്താണ് കാറ്റക്കിസം ചേഞ്ച് ചെയ്യണത്. അന്ന് വരെ ഏകാധ്യാപകരാണ് സഭയിലുണ്ടായിരുന്നത്. സ്റ്റബിലിന് പിതാവ് അത് 2 അധ്യാപകരെ വെച്ച്, ആണുങ്ങൾക്കൊരു അധ്യാപകർ, സ്ത്രീകൾക്ക് വേറെ അധ്യാപകർ. അങ്ങനെ വെച്ചതിൻ്റെ വേറെ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റബിലിന് പിതാവ് വേറെ കാര്യം ചെയ്ത് സിലബസ് മൊത്തം ചേഞ്ച് ചെയ്തു. സിലബസ് ചേഞ്ച് ചെയ്ത് എന്താ അറിയാമോ? സിലബസ് ദൈവസ്നേഹം, ഒറ്റ സിലബസ് മാത്രം. ആ ഡോക്ട്രിന ക്രിസ്തവ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, വിശ്വാസ പ്രമാണങ്ങൾ, അത് മുതിർന്ന പിള്ളേരിലേക്ക് വന്ന പുള്ളിക്കാരൻ ദൈവസ്നേഹം എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്ന് പറയും. ഡോക്ടറിനെ ക്രിസ്ത്യൻ നിങ്ങൾ ബേസിക് കാരിസം ആദ്യം പഠിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ മുതിർന്നപ്പോഴിന് ലവ് ഓഫ് ഗോഡ് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഡോക്ടറേറ്റ് എടുത്താലും, നമ്മൾ ഉപരി പഠനങ്ങൾ നടത്തിയാലും, ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് എപ്പോഴും ഈ ലവ് ഓഫ് ഗോഡിലാണ് ഇരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീക്ഷ്ണതരമാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, നിങ്ങൾ പത്രം കൊടുത്തോ, നിങ്ങൾ കുടമ്പടിയിൽ ഉപവിപ്രവർത്തനം ചെയ്തോ എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിന് നിലവാരം കൂട്ടിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 13:7. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഡാർവിൻ്റെ തിയറി എന്താണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. ആരാണ്? അതായത് ശക്തൻ്റെ അതിജീവനമാണ്. അപ്പോൾ ഈ ശക്തനെന്നാ പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ശക്തിയാണ്. ആ ശക്തി ഏതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹമാണ്. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യാക്കോബില്ലേ, അതായത് യാക്കോബ് ആ ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാക്കോബിനല്ലേ, യാക്കോബിന് ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ലേയ അല്ല, റാഹേലിനെ.
ലയാലിന് അയാൾ പറഞ്ഞ പൂച്ചക്കഞ്ഞിനെയാണൊക്കെ അത് അഭിഷേകമില്ലാതെ കൊണ്ട് പൂച്ചക്കണ്ണി എന്നൊക്കെ പറയണതേ. റാഹേൽ ലയക്ക് അഭിഷേകം അല്ല, ലയായിൽ അദ്ദേഹത്തിന് അഭിഷേകമില്ല. ചിലപ്പോൾ ആ പൂച്ചക്കണ്ണുകാർ വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അവർക്ക് അഭിഷേകമുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ വേറെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തർക്ക് നിശ്ചയിച്ചേക്കണമുണ്ടല്ലേ. പക്ഷേ ഇയാൾ തെറ്റി വേറെ ഒരു സെൽഫ് ലവായിട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി അനിയത്തേക്ക് അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, നീ വേറെ ജോലി ചെയ്യ്, അപ്പം നിനക്ക് വേണമെങ്കിൽ റാഹേലിനെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ എന്നിട്ട് ഇപ്പം പിന്നെ കഷ്ടപ്പെട്ട് എല്ലൊടിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. രാത്രി പോലെ ഉറക്കം നിന്ന് ഓട്ടോയൊക്കെ എടുത്ത് ജോലി ചെയ്യാൻ. അവസാനം എന്താ പറയുന്നറിയാം? എന്താ പറഞ്ഞതൊക്കെ 29-20 ഉൽപ്പത്തി 29-20 എടുത്തേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. 7 കൊല്ലം എല്ല് പണിയെടുത്തു. അവളോടുള്ള സ്നേഹം കാരണം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അവന് സ്നേഹം കൂടിയപ്പ അത് ലവ് ലെവൽ വർദ്ധിക്കണം. ശബരിൽ പിതാവ് പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കീഴടക്കാനും പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിജീവിക്കാനും നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിന് അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ട് വരുമ്പോൾ, ദൈവസ്നേഹം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിതിനെല്ലാത്തിനും ജീവിതത്തെ അതിജീവിക്കാൻ കഴിയും. അതാണ് ഈ സർവ്വലോകി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാ. എൻ്റെ പേര് സജിത. ഞാൻ തൊടുപുഴ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ചർച്ചിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഡിസംബർ 2023 ആഫ്റ്റർ എൻ്റെ ഡെലിവറിക്ക് ശേഷമാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഒരു ഇംഗ്ലീഷ് കൺട്രിയിൽ എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ പോകാൻ പറ്റണമേ എന്നാണ്. അങ്ങനെ ഞാൻ സൗദിക്ക് തിരിച്ചു പോയി. അതിനുശേഷം ഫെബ്രുവരിയിൽ യൂത്ത് മൊബിലിറ്റി സ്കീം വിസ എന്ന് പറയുന്ന ഒരു UK വിസ, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. എൻ്റെ ആങ്ങളെയാണ് എന്നോട് പറയുന്നത്, നീ ഒന്ന് അപ്ലൈ ചെയ്യുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. കാരണം അത് നമുക്കറിയാം, അതൊരു ലോട്ടറി വിസയാണ്. അതങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ 3 ലക്ഷത്തിൽ കൂടുതൽ പേര് ആ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനസ്സോടുകൂടി കാരണം എനിക്ക് UK കൺട്രിയിലേക്ക് പോകണ്ട, എനിക്കവിടെ ഇഷ്ടമല്ല. അപ്പോൾ മനസ്സോടുകൂടി ഞാൻ എൻ്റെ കുഞ്ഞുനാത്തൂനോട് പറഞ്ഞു, അപ്ലൈ ചെയ്യുക, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന്. എന്താണെന്നറിയില്ല, ഒരാഴ്ച കൊണ്ട് വരേണ്ട റിസൾട്ട് വെറും 2 ദിവസം കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ ആ വിസയിൽ പറയുന്നുണ്ട്, എനിക്കൊരു ബേബിയുണ്ട്, ബേബി ഉള്ളവർക്ക് ഒരു കാരണവശാലും നമുക്ക് പോകാൻ സാധിക്കില്ല, കാരണം വിസ റിജക്ഷൻ വരുമെന്ന്. അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ. ഞാൻ OET 3 പ്രാവശ്യം എഴുതിയ ഒരാളാണ്, IELTS 1 പ്രാവശ്യം എഴുതി, കിട്ടിയില്ല. അപ്പോൾ എൻ്റെ ആങ്ങള പറഞ്ഞു, ഇതായിരിക്കും ദൈവത്തിൻ്റെ കൃപ, എന്തായാലും നീ ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് പോയി. അപ്പോൾ എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്കിത് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി എനിക്ക് വിസ കിട്ടി. വെറും 2 ആഴ്ച കൊണ്ട് വരേണ്ട വിസ വെറും 1 ദിവസം കൊണ്ട് എനിക്ക് വന്നു. അതിനുശേഷം ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 7/6/2024 നമ്മളിവിടെ വന്ന് കരഞ്ഞെന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ മാതാവ് തരുമെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് തന്ന കൃപയ്ക്ക് എൻ്റെ മാതാവിനോടും എൻ്റെ ഈശോപ്പച്ചനോടും ഞാൻ 1000 നന്ദി പറയുന്നു. അതിനുശേഷം ഞാൻ UK ചെന്നു. 21-ാം ദിവസം എനിക്ക് 3 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 2 കിട്ടി. 1 ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല. അതിൽ 1 സെലക്ട് ചെയ്തു. ഞാൻ കെയർ ഹോമിൽ കെയറായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എന്നും പോകുമ്പോൾ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി അല്പം എൻ്റെ വായിൽ ഇട്ടതിന് ശേഷം കൃപാസനത്തിലെ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ CBT പാസ്സായി. അടുത്ത സ്റ്റെപ്പാണ് ഓസ്കി ആകെ 3 പ്രാവശ്യമാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. നമ്മളവിടെ ഓസ്കി എഴുതുന്നതിന് ഒരു 80,000-ന് മേളിലാണ് ഒരു പരീക്ഷയുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്നും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളാണ്. അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം എന്നും ഇത് പഠിക്കുമായിരുന്നു.
അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, എന്തായാലും ഇത് കിട്ടും, നന്നായി പഠിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കിട്ടുമെന്ന്. പക്ഷേ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു 9ാം നമ്പർ റൂം കിട്ടുന്ന ആളാരാണോ അവർ ഫെയിലാവുമെന്ന്, ഏതെങ്കിലും ഒരെണ്ണത്തിന് ഫെയിലാകും. അതവിടെ എഴുതിയിട്ടുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ചെന്നു. എൻ്റെ കയ്യിൽ പോകുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എൻ്റെ പോക്കറ്റിലും അതുപോലെ തന്നെ തൈലം എൻ്റെ നെറ്റിയിലും പുരട്ടി ഞാൻ ചെന്നു. കറക്റ്റ് ലോട്ടറി അടിച്ച പോലെ തന്നെ എനിക്ക് 9ാം നമ്പറാണ് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മനസ്സുകൊണ്ട് ഓക്കെ, ഒരു വിഷയം പോകുമെന്ന് ഉറപ്പായി. ചെന്നിരുന്ന് കഴിഞ്ഞിട്ടും എന്നാലും എൻ്റെ കയ്യിൽ ഈ മാല ഞാൻ എപ്പോഴും കയ്യിൽ, അച്ഛൻ പറഞ്ഞ പോലെ കഴുത്തിലിടുന്ന ആഭരണവും കയ്യിൽ അലങ്കാരമെന്ന് പറഞ്ഞ പോലെ എനിക്കിത് കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ ചെന്നു. സാധാരണ അവർ ആരെയും ഒന്നും കയറ്റുന്നതല്ല. എന്നോട് പറഞ്ഞു കയറിക്കോ, കുഴപ്പമൊന്നുമില്ല, കയറി പോന്നോളാൻ പറഞ്ഞു. ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. ചെന്നു കഴിഞ്ഞ് എല്ലാവരുടെയും എക്സാമിനർ ഭയങ്കര ചിരിയും കളിയും. എനിക്ക് കിട്ടിയ ആ മാഡമാണെങ്കിൽ ഒന്നും പറയുന്നില്ല, ചിരിക്കുന്നില്ല, മോഹമെല്ലാം ഭയങ്കര വീർപ്പിച്ച് കെട്ടി. അപ്പോൾ ഉറപ്പായി തോറ്റു പോകും. അങ്ങനെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അത് വന്ന സമയത്ത് ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 1.9 ml ആണ്. ഞാൻ കറക്റ്റായിട്ടാണ് എടുത്തത്. കറക്റ്റ് സമയത്ത് എൻ്റെ നീഡിൽ കയറുന്നില്ല. അപ്പം ഞാൻ പ്രസ് ചെയ്തു, ആ മെഡിസിൻ പോയി 1.6 ആയി. അവർ ആദ്യം കണ്ണാടി വെച്ച് നോക്കി, അതിനുശേഷം കണ്ണാടി മാറ്റി നോക്കി. അപ്പോൾ ഉറപ്പിച്ചു ഫെയില്. അപ്പോൾ അങ്ങനെ എക്സാം കഴിഞ്ഞു വന്നു, വീട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാവശ്യം, എൻ്റെ മാതാവേ എനിക്ക് ഇന്ന് 2ാമത് എഴുതാൻ വരല്ലേ, ആ അവസരം എനിക്ക് വരരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം റിസൾട്ട് വരേണ്ടതാണ്. ഈ റിസൾട്ട് 12 മണിക്ക് മുമ്പ് വരുവാണെങ്കിൽ നമ്മളെല്ലാം വിഷയവും കിട്ടി, 12 മണിക്ക് ശേഷമാണെങ്കിൽ നമ്മൾ ഫെയിലായി. പക്ഷേ ദൈവകൃപയാൽ എനിക്കന്ന് റിസൾട്ട് വന്നേയില്ല. അപ്പം ഞാൻ മനസ്സിലുറപ്പിച്ചു ഓക്കെ, മൊത്തം തോറ്റു, അതുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് കറക്റ്റ് ഒരു 9 മണിയായപ്പോൾ ചുമ്മാ ഫോണിൽ നോക്കിയപ്പോഴത്തേനും ഞാനത് ഫുൾ പാസ്സായി. അവരെന്നോട് ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഇങ്ങനെ മാത്രം പറഞ്ഞു, ഞാൻ ചോദിച്ചതിന് നീ ആൻസർ തന്നു, അതുകൊണ്ട് നിന്നെ ഫുൾ പാസ്സാക്കി എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു NHSൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നു. അപ്പോൾ അവർ ഇപ്പോൾ UK നിയമം അനുസരിച്ച് COS എന്ന് പറയുന്ന സംഭവം കിട്ടാൻ ഭയങ്കര പാടാണ്, കാരണം അവർ കൊടുക്കുന്നില്ല. അപ്പോൾ NHSൻ്റെ ഇൻ്റർവ്യൂ കിട്ടി. എൻ്റെ ഇൻ്റർവ്യൂ കിട്ടുന്നതിന് മുമ്പ് തന്നെ എപ്പോൾ ഞാൻ പോയാലും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പ് കാണും. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ചിരിച്ച് വളരെ കൂളായി എന്നെ കൊണ്ടുപോയി. അവരെന്നോട് ഇത്രയും മാത്രം പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ഉത്തരത്തിലെല്ലാം സംതൃപ്തരാണ്, അതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും കൂടെ കാണാമെന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ നമുക്ക് പറഞ്ഞാലും നമുക്കറിയാലോ നമ്മൾ എന്നാക്കെ ഉത്തരം പറഞ്ഞേക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു. ഞങ്ങളുടെ അവിടുന്ന് റാങ്ക് ലിസ്റ്റിലാണ് എന്നെ സെലക്ട് ചെയ്തേക്കുന്നതെന്നുള്ളത്. അതെല്ലാം കഴിഞ്ഞു. എൻ്റെ മെഡിക്കലായി, എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കുമായിരുന്നു. മെഡിക്കലിൻ്റെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഓൾറെഡി പുള്ളിയോട് പറഞ്ഞു ജോലി നിർത്തി നാട്ടിൽ പോരെ, ഉടനെ തന്നെ നമുക്ക് പോകാറാവുമെന്ന്. പക്ഷേ എനിക്ക് മെഡിക്കൽ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആയി. അവർക്ക് റീസൺ അയച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ COS തരാൻ പറ്റില്ല എന്നാണ്, കാരണം നിങ്ങളുടെ വിസ ജൂലൈ 30 വരെ ഉണ്ട്, അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിനോടുള്ള സ്ഥിരമായ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ ഞാൻ അപ്പോൾ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ വായിച്ച് തീർത്താണ്, പക്ഷെ എന്നാലും ഒന്നും കൂടി ഇരുന്ന് വായിക്കുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലും. അതുപോലെ തന്നെ അപ്പോൾ ഹോസ്പിറ്റലിലും ഞാൻ റെൻറ്റിനെടുത്ത ഹൗസും ഒരേ സ്ഥലത്താണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഞാനാണെങ്കിൽ ഇച്ചിരി ഉപ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ കൊണ്ടിട്ടു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ, കാരണം ജൂലൈ 30 വിസ തരുമെന്ന് പറഞ്ഞവർ പിറ്റേ ദിവസം തന്നെ എനിക്ക് മെയിലയച്ചു, നിങ്ങൾക്ക് അപ്രൂവൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് COSൻ്റെ റിക്വസ്റ്റ് ഫോം ഞാൻ സെൻഡ് ചെയ്യാമെന്ന്. അങ്ങനെ സെൻഡ് ചെയ്തു. മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പിട്ടതിന് ശേഷം അത് ഞാൻ തിരിച്ചയച്ചു. അതിൻ്റെ ഫലമായി ഇപ്പം അങ്ങനെ 5 കൊല്ലത്തേക്ക് നമുക്ക് വിസ കിട്ടില്ല, എനിക്ക് കറക്റ്റ് 5 കൊല്ലത്തേക്കുള്ള വിസയാണ് കിട്ടിയത്.
അതിനുശേഷം ഇപ്പം എൻ്റെ കൊച്ചിനെയും ഹസ്ബൻഡിനെയും കൊണ്ടുപോകാനുള്ള വിസ റെഡിയായി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളും ബാധ്യതകളും ഉണ്ടായിരുന്നു. ദൈവകൃപയാൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതെല്ലാം പൂർണ്ണമായി. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് പത്രം മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിക്കാനും, മാതാവിൽ വിശ്വാസമില്ലാത്ത ഒത്തിരി പേരുണ്ടല്ലോ, അവരെക്കുറിച്ച് മാതാവിനെ കൂടുതൽ പറയാനും കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു ഫുഡിയാണ്. അപ്പോൾ എനിക്ക് ഈ ഉപവാസത്തിൻ്റെ സമയത്ത് ഇങ്ങനെ ഉപവാസമൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്നു, അതിനുശേഷം എനിക്ക് ഉപവാസമെല്ലാം എടുക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ദൈവം നമ്മളിവിടെ വന്നാൽ മതി, മാതാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പറഞ്ഞാൽ മതി, എൻ്റെ ആഗ്രഹം ഒന്ന് നടത്തി തന്നെ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എനിക്കിത് നടന്നാൽ മാത്രമേ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി പുതുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ദൈവകൃപയാൽ സാക്ഷ്യം പറഞ്ഞ് എനിക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് സാധിച്ചു. ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ഓൾറെഡി UK-യിലാണ് ഓൾഡ് ഏജ് ഹോമിലെ ഒരു കെയറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ടൈം തീർന്നാൽ പോലും ഞാൻ അവരുടെ നിന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്തൊരു വൃദ്ധസദനമുണ്ട്. പക്ഷേ എനിക്കവിടെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഒരു നേരത്തേക്കുള്ള ആഹാരം അവിടെ എത്തിക്കാൻ, ആഹാരത്തിനുള്ള പൈസ കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം വിശ്വാസം മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കൃപ, കാരണം കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ടുള്ള ഒരു കൃപയും കാരണം എനിക്ക് എന്നെ തന്നെ എക്സാമ്പിളായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കാനുള്ള ഒരു അവസരം എനിക്ക് മാതാവ് തന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഉണ്ണീശോയോടും എൻ്റെ മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം തിരുവചനം. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. യെശയ്യാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് ശക്തമായി ഈ സന്ദേശത്തിൽ നമ്മോട് പറയുന്നത്. വചനം ഏതുദ്ദേശത്തോടു കൂടിയാണോ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്, അത് പൂർത്തീകരിച്ചിട്ടേ തിരിച്ച് സന്നിധിയിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് പ്രവാചകൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. സജിത എന്ന ഈ മകളുടെ സാക്ഷ്യം ശക്തമായും വളരെ വിശ്വാസത്തോടുകൂടി മകൾ ഏറ്റുപറയുന്നത്, എനിക്കുള്ള ഒരു അടയാളം വേണം, ദൈവം എന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധ അമ്മയുടെ ആ സംഗതി എന്നോട് കൂടെയുണ്ട് എന്ന പരിശുദ്ധ അമ്മ ഒരു സഞ്ചാരി മാതാവാണ് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തരണം എന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് മകളുടെ എല്ലാ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വളരെയധികം സമയമെടുക്കുന്ന ഒരു വിസ മകൾക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടി. അത് ലോട്ടറി വിസ 1000-ൽ ഒരാൾക്കോ 2 പേർക്കോ കിട്ടുന്നതാണ്. അതും ഒരു മെറിറ്റില്ല ഈ മകൾക്ക്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏറ്റുപറയുമ്പോൾ, ഉടമ്പടിയിലെ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഉടൻ പരിഹാരം നൽകുന്നത് നമ്മുടെ യാതൊരു മെറിറ്റുകളുമല്ല. കാരണം സജിതയ്ക്ക് ഒരു കുഞ്ഞുവാവയുണ്ട്. ആ ഒരു ബേബി ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഒട്ടും തന്നെ മെറിറ്റില്ല. ആ മെറിറ്റ് ഇല്ലാതിരിക്കെ തന്നെ ആ ഗവൺമെൻറ് ഈ മകളെ ഏറ്റെടുത്ത് വിസ നൽകുന്ന ഒരു വലിയ അത്ഭുത സാക്ഷ്യമാണിത്. ഒരു ദിവസം കൊണ്ടൊരു വിസ കിട്ടാമെന്നുണ്ടെങ്കിൽ 21-ാം ദിവസം അവിടെ എത്തിയതിന് ശേഷം 21-ാം ദിവസം തന്നെ ഈ മകൾക്ക് ഇൻ്റർവ്യൂവിനുള്ള 3 ഇൻ്റർവ്യൂ കോൾ വന്നു. അത് തന്നെയായാലും വളരെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകിക്കൊണ്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി പ്രാർത്ഥിക്കുകയും സംസാരിക്കാനുള്ള കൃപ ലഭിക്കുകയും തൻ്റെ ഉടമ്പടി ജീവിതം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയുമാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് മകൾക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ വിശ്വസിക്കുന്നവരുടെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുള്ള ഒരു അനോയിൻറ്റിങ് ലെവൽ നമുക്കുണ്ടാകും. സർപ്പങ്ങളെ കയ്യിലെടുക്കുവാനും മാരകമായി എന്ത് കുടിച്ചാലും നിങ്ങളെ ഏൽക്കുകയില്ല. നമ്മെ ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവാൻ അഭിഷേക ലെവലുള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. ഇന്ന് സജിതയ്ക്ക് സാധിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വചനം അടയാളമാവുകയുള്ളൂ. ഇന്ന് സജിതയുടെ ജീവിതത്തിൽ ഒരു വചനം അടയാളമായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനുള്ള ദാഹവും വായിക്കുമ്പോൾ അത് മെഡിറ്റേറ്റീവ്ലി അത് റീഡ് ചെയ്യാനുള്ള കൃപയും എന്നീ മകൾക്ക് ലഭിച്ചത് ഉടമ്പടിയുടെ ഒരു സാധ്യതയിലാണെന്ന് മകൾ ഏറ്റുപറയുകയാണ്. ഉടമ്പടിയുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ ദൈവവുമായി ഒരു ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സജിതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എപ്പോഴും ഈശോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരിശുദ്ധ അമ്മ അതിനുള്ള സാധ്യതകളെല്ലാം ഈ മകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല.
ഈ മകൾ പറയുകയുണ്ട്, എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ അങ്ങനെയാണ്. എൻ്റെ സമയം കഴിഞ്ഞാൽ എൻ്റെ സാലറി അനുസരിച്ച് എനിക്ക് അവിടെ നിന്ന് പോകാം. പക്ഷേ അത് ഈശോയെയാണ് സേവിക്കുന്നത്, സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതുകൊണ്ട്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നതുകൊണ്ട് വളരെ ശക്തമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഈശോയെ ലോകത്തിന് കൊടുക്കുവാനൊക്കെയുള്ള വലിയ കൃപ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ഉടമ്പടി ജീവിക്കുന്നത്. സജിതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നതോടൊപ്പം ഇതുപോലെ പ്രവാസികളായി കഴിയുന്ന മക്കളുടെ എല്ലാ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നവരെ, വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവരെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.